ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉയരാണ നൻപൻ്റെ ബർത്ത്ഡേ ആണ് നാളെ മാർച്ച് 25. അതുകൊണ്ട് തലേ ദിവസമായി ഇന്ന് 24-ാം തീയതി രാത്രി പോയിട്ട് അപ്പോൾ 12 മണിയാകുമ്പോൾ അടുത്ത ദിവസം അതറിയാമല്ലോ. അപ്പോൾ ആ 12 മണി സമയത്ത് നമ്മൾ അവൻ്റെ വീട്ടിൽ പോയി അവനെ സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ ആരും സർപ്രൈസ് ചെയ്തിട്ടില്ല. കാരണം ഇവൻ്റെ ഉയരാണ നൻപനാണ്, നമ്മൾ 3-ാം ക്ലാസ് തൊട്ടുള്ള പരിചയമാണ്. അവനാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അറിയാം, എൻ്റെ കാര്യങ്ങൾ അവനും അറിയാം. അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം, എൻ്റെ കാരണം അവനെ അറിയാം. അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും, അതായത് ഞാൻ ഇപ്പോൾ എന്ത് ആലോചിച്ചാൽ അവൻ അതിനേക്കാളും മുമ്പേ എല്ലാം മനസ്സിലാക്കിയിരിക്കും. അതേപോലെ തന്നെ അങ്ങോട്ടും തിരിച്ചു മറിച്ച് അങ്ങനെയാണ്. അത്രയ്ക്ക് കട്ട ബന്ധമാണ് നമ്മൾ തമ്മിൽ. പക്ഷേ അവനാണെങ്കിൽ ഞാൻ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണെങ്കിൽ അവൻ വിശ്വസിച്ചില്ല. അപ്പോൾ എന്തായാലും സർപ്രൈസ് കൊടുക്കുമെന്ന് അവന് ഉറപ്പായിരിക്കും. പക്ഷേ ഇമാതിരി ഒരു സർപ്രൈസ് അവൻ പ്രതീക്ഷിച്ച ആളില്ല. അപ്പോൾ ആ വീഡിയോയാണ് ഇന്ന് വെറും ഷോർട്ട്സായിട്ട് എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ചിലപ്പോൾ അത് ലോങ് വീഡിയോ ആയിപ്പോകും. കാരണം കുറേ ദിവസം വീഡിയോ എടുക്കാതിരുന്നതിന് ശേഷം വീഡിയോ എടുക്കണമുണ്ട്. കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് നാണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഏകദേശം 6 മണിയായി കേട്ടോ, ഏറ്റവും ലേറ്റായിരിക്കുകയാണ്. ഇപ്പോഴാണ് ആലോചിക്കണം നമ്മൾ കേക്ക് വാങ്ങിച്ചാൽ കേക്ക് നെടുമങ്ങാടാണ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കേക്ക് എടുക്കണം, ഇനി പോപ്പർ വാങ്ങിക്കാണ്ട് അവന് ഗിഫ്റ്റ് വാങ്ങിക്കാണ്ട് വലിയൊരു കടമ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം ഓടി നടന്ന് എല്ലാം ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കേക്ക് വാങ്ങിച്ച് കേക്ക് കയ്യിലുണ്ട്. ഇനി അടുത്ത പോപ്പറിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, രാത്രിയായി. അപ്പോൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, സാധനങ്ങളെല്ലാം വാങ്ങിച്ചേട്ടാ. അപ്പോൾ ഇപ്പോൾ വന്നിറങ്ങിയുള്ളൂ. അപ്പോൾ അങ്ങനെ നൈറ്റ് ആയിരിക്കുകയാണ്. അവൻ്റെ വീട് അടുത്താണ് കേട്ടോ. ഇവിടെ മൊത്തം ആൾക്കാർ ഉറങ്ങണം, അതാണ് ശബ്ദം താത്തി സംസാരിക്കുന്നത്. അപ്പോഴേ നമ്മൾ ഇവിടെ എത്തി. നമ്മളിപ്പോൾ മലയുടെ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ള അവൻ്റെ വീട്ടിലപ്പോൾ നമ്മൾ സൈക്കിളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം. അവിടെ ഭയങ്കര ആൾക്കാരെ എൻ്റെ ശബ്ദം എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീടാണ്. നമ്മൾ എത്താറായി കേട്ടാ. നമ്മുടെ സൈക്കിളിൽ അവിടെ കേക്ക് തടിയിരിക്കണ്. മറ്റേ കയ്യിൽ ഒട്ടിച്ച് ഒറ്റ കയ്യിൽ ഫോൺ വെച്ച്. അയ്യോ, ഇപ്പോൾ 11:50 കേട്ടാ. ഞാൻ മുക്കാലിനവിടെ എത്തുന്നു പറഞ്ഞു. 5 മിനിറ്റ് ലേറ്റ്. അയ്യോ, ഏകദേശം എത്താറായി. നമ്മളിനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവൻ്റെ അമ്മയെ വിളിക്കട്ടെ, എന്നാലേ കഥ പറഞ്ഞുള്ളൂ. സോ അപ്പോൾ നമ്മൾ വന്ന് കേട്ടോ, കേക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ പോയിട്ട് പോയിട്ടാണ് വിളിച്ചോണ്ട് എന്തായാലും നമുക്ക് അതൊക്കെ വീട്ടിൽ കൂട്ടുകാർ. ഇതാണ് കേക്ക് കേട്ടോ. ഇനി 18+ വേറെ മോഡലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവരാണെങ്കിൽ സമയത്ത് വരുന്നില്ല. കിടന്നാ തുറന്നാ എന്താണ് എന്താ Oh God! Popper is not working. Sabash. കാണിച്ചൊക്കെ അവൻ പ്രതീക്ഷയില്ല ചേട്ടാ. അവൻ ചോദിക്കണം ഞാൻ എവിടെ കൂടെ വന്നത്. കേക്ക് കെട്ടേ പോള് അതൊക്കെ ഇരിക്കട്ടെ. കെട്ടത്
ഗിഫ്റ്റ് എടുക്കുന്നതാ. പിടിച്ച് നോക്കി തരാം. ഇവന് ബെസ്റ്റ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാങ്ങിക്കുക. അതുകൊണ്ട് ഈ സാധനം തന്നെ വാങ്ങിച്ചു കൊടുത്തവന്. അടിച്ചുകിട്ടാ എനിക്കെന്തിനാ അടിച്ചു തന്നത്? ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ അവൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയാട്ടാ. വലിയ പ്രോഫിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിച്ചിട്ടുണ്ട്. പത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സൈക്കിളിൽ പത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും കാണാത്തത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകുന്ന വിചാരിച്ച്. അവൻ്റെ വീടും 23 മണി അടുത്ത് അതുകൊണ്ട് പത്രം ഇടാൻ പോകാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ പോയിട്ട് കാണാം. സോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പത്രമൊക്കെ ഇട്ട് തീർന്നേട്ടാ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നിന്ന് അപ്പോൾ രാത്രി അവൻ്റെ വീട്ടിലാണ് ഏട്ടാ കടന്നത്. അതുകൊണ്ടാണ് കാണാത്തത്. അവൻ വീട്ടിൽ കിടന്ന് ഇതാണ് നേരെ പത്രം ഇറങ്ങിപ്പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചുറ്റും ബെല്ലൈക്കൺ അടിച്ചു പിടിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് കാണുന്നതായിരിക്കും. ബൈ ബൈ. ഇറ്റ്സ് മീ സജിൻ.